നമസ്കാരം, എൻ്റെ പേര് പ്രിയങ്ക. STPI-ITയിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിയാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ നാടായ ഫോർട്ട് കൊച്ചിയാണ്. ഫോർട്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് 200 വർഷം പഴക്കവും 80 അടിയിലേറെ പൊക്കവുമുള്ള ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ പ്രശസ്തമായ ആ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എല്ലാ കൊച്ചിക്കാരുടെയും മനസ്സിൽ ആദ്യം വരുന്നതും ഈ ട്രീ ആയിരിക്കും. ഇതാണ് ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും കണക്ട് ചെയ്യുന്ന നമ്മളുടെ ജങ്കാർ സർവീസ്. ഇത് മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊച്ചി വാട്ടർ മെട്രോയാണിത്. 2023 ഏപ്രിൽ 26-നാണ് ഇതിന്റെ ആദ്യത്തെ സർവീസ് ആരംഭിച്ചത്. കൊച്ചിയിലെ ഈ വാട്ടർ മെട്രോ ഒരുപാട് ടൂറിസ്റ്റുകളെ ഫോർട്ട് കൊച്ചിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് അഥവാ ചീനവലകൾ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് എത്തിയ ചൈനീസ് എക്സ്പ്ലോറേഴ്സ് ആണ് ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിപ്പോൾ മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് വാട്ടർ മെട്രോ സർവീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. കടലോളം കിട്ടിയാലും കരയോളം ആഗ്രഹങ്ങൾ വീണ്ടും ബാക്കിയുണ്ടാവും മനുഷ്യന് എന്നാണല്ലോ. ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിക്കാരുടെ ഒരു പ്രത്യേക വികാരം തന്നെയാണ് ഈ ഫോർട്ട് കൊച്ചി ബീച്ച്. (1505) പോർച്ചുഗീസുകാരാൽ സ്ഥാപിതമായ സാന്റാക്രൂസ് ബസിലിക്ക എന്ന ചർച്ചാണ് ഈ കാണുന്നത്. ഈ വീട് ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫേമസ് ബിഗ് ബിയിലെ ബിലാൽ ഖാന്റെ വീട്. നമ്മൾ ഇനി അടുത്ത സ്പോട്ടായ ഫോർട്ട് കൊച്ചിയിലെ പാർക്കിലേക്കാണ് പോകുന്നത്. ഇതാണ് നെഹ്റു പാർക്ക്. നമ്മളുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. ഇവിടെ കുട്ടികൾക്കായി ഡ്രോയിങ്, പെയിന്റിംഗ് അങ്ങനെ പലതരത്തിലുള്ള ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. ഒരുപാട് എസ്തെറ്റിക് കഫേസ് ഉള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അവിടുത്തെ ഒരു അത്യാവശ്യം പ്രശസ്തമായ ഒരു കഫേയാണ് ലീല. ഇതാണ് ഫോർട്ട് കൊച്ചിയിലെ ആ പ്രശസ്തമായ 4 ഏക്കർ ഗ്രൗണ്ട്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അവരുടെ മിലിറ്ററി പരേഡ്സ് നടത്തിയിരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ പിള്ളേരുടെ കളിസ്ഥലമാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് പപ്പായ കത്തിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കൊച്ചിയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ്. പൈതൃകവും സംസ്കാരവും അടങ്ങുന്ന ഈ ഫോർട്ട് കൊച്ചിയെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഫോർട്ട് കൊച്ചിയിലെ എല്ലാ ഭാഗങ്ങളും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയ കുറച്ച് ഭാഗങ്ങളെങ്കിലും കാണിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരു പ്രിൻട്രസ്റ്റി സിറ്റിയാണ്. അത് ഒരു വട്ടമെങ്കിലും കാണാതെ ആരും പോകരുത്.